ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഗർഭിണിയും പ്രസവവും കഴിഞ്ഞിട്ടുള്ള കാര്യവും ഇന്നത്തെ ഗർഭിണിയും അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രസവവും കഴിഞ്ഞിട്ടുള്ള കാര്യം, ഈ രണ്ട് കാര്യങ്ങളുടെ വ്യത്യാസങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റും ഉണ്ടാവാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരിക്കും എല്ലാവരും മിക്കവരും തന്നെ പോകുന്നത് പ്രസവത്തിന്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് അവർ റെസ്റ്റൊന്നും പ്രത്യേകിച്ച് പറയാറില്ല. അത് കഴിഞ്ഞ് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറി. അപ്പോൾ ശരിക്കും അവർ ചെല്ലുമ്പോൾ തന്നെ പറയും 3 മാസം റെസ്റ്റാണ് എന്ന്. പക്ഷെ അത് ഈ ഗൈനക്കോളജിസ്റ്റുമാർക്കൊക്കെ അവർ നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു ഇതാണ്. കാരണം അതിൽ 100 പേരിൽ 5 പേരൊക്കെ റെസ്റ്റ് വേണ്ടവരുണ്ടാവും. പക്ഷെ ബാക്കി 95 പേർക്കൊന്നും റെസ്റ്റ് വേണ്ട. പക്ഷെ അവരത് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം അടുത്തൊരാളോടും ഇവർ പറയും ആ ഡോക്ടർ നല്ലതാണ് എന്ന്. ആ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകും. ഇത് കഴിഞ്ഞ് പണ്ടുള്ള പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ദിവസം വരെ, അതായത് 90 വരെയൊക്കെ പ്രസവിച്ച പെണ്ണ് ഒരു ജോലിയും ചെയ്യാണ്ട് ഇരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ നോക്കല്, അതുപോലെ തന്നെ 28ഒക്കെ കഴിഞ്ഞാലാണ് ആ ബെഡേന്നൊന്നും എഴുന്നേൽക്കുള്ളൂ. അങ്ങനെയൊക്കെ ആണ്. 90 വരെയൊക്കെ കിടക്കും. കൊച്ചിൻ്റെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കില്ല, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർ ആ സമയത്ത് റെസ്റ്റ് എടുത്താലും ഇന്നത്തെ കുട്ടികൾ പ്രസവം കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടീനെയും കൊണ്ട് പോകും. അവർക്ക് റെസ്റ്റേ വേണ്ട. അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള റെസ്റ്റേ അവരെടുക്കാറില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിയല്ലേ?